പുറത്തേക്കൊക്കെ ഇറങ്ങിയാൽ അപ്പൊ 2 ദിവസം ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാതെ നിന്നാൽ ചെടി മുഴുവൻ ഉണങ്ങി കരിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ്. അപ്പൊ കൂട്ടുകാരെ, ഇതേ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 24 മണിക്കൂറും അല്ലെങ്കിൽ നമ്മുടെ ചെടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുള്ളി തുള്ളിയായി വെള്ളം നമുക്ക് കൊടുക്കുന്ന ഒരു രീതിയെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ പ്ലാസ്റ്റിക് കുപ്പി വെച്ച് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ അതിനായിട്ട് ഇതേ ഒരു പ്ലാസ്റ്റിക് കുപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. 1 ലിറ്ററിന്റെ എല്ലായിടത്തും കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ്. ഇപ്പൊ വേനൽക്കാലം കൂടെ അതുകൊണ്ട് എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇത് വെറുതെ വലിച്ചെറിയുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം പറിക്കൊണ്ട് വന്ന് റെഡിയാക്കാവുന്നതാണ് നമുക്ക് ഇത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ സ്റ്റിക്കർ പറിച്ചു കളയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ സ്റ്റിക്കർ മുഴുവൻ പറിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് ഈ കുപ്പിയുടെ വെള്ളം നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു സൈഡ് നമുക്ക് തുളയ്ക്കണം. അപ്പൊ കൂട്ടുകാരെ, ഞാനിപ്പോ ഈ അടിവശം ഒന്ന് മുറിച്ചെടുക്കുവാണ്. ഓക്കെ, അപ്പൊ ഈ മുറിക്കുന്നതിനെ കൊണ്ട് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 100 ലൈക്സ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതിന്റെ അടി ചേർത്ത് നമുക്ക് മുറിച്ചെടുക്കാം. നോക്കിയേ, അപ്പൊ ഇത് നമ്മുടെ കുപ്പിയുടെ അടിഭാഗം നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ചു മുമ്പ് റിമൂവ് ചെയ്ത ക്യാപ്പ് നമുക്ക് തിരിച്ചടയ്ക്കാം. അപ്പൊ നമ്മൾ ക്യാപ്പ് ഒക്കെ നമ്മൾ അടച്ച് ഈ കുപ്പിയുടെ മണ്ടഭാഗം മാത്രം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ലെവലാക്കി കൊടുക്കാം. അതുപോലെ ലൈക്കിന്റെ കാര്യം മറക്കല്ലോ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ കുപ്പിയുടെ അടിഭാഗമൊക്കെ മുറിച്ചത് നമ്മളൊരു ഈ രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിനി ഈ ക്യാപ്പാണ് ആവശ്യം. അപ്പൊ ഈ ക്യാപ്പിന്റെ അടിവശത്ത് ഒരു ചെറിയ തുള ഇട്ടെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യാപ്പ് തുളയിടാൻ വേണ്ടി നമ്മൾ ഇപ്പൊ എടുക്കുന്നത് ഒരു പിന്നാണ്. അപ്പൊ നിങ്ങൾ അവർക്ക് ഈ പിന്നൊക്കെ വെച്ച് തുളയിട്ടാൽ നമ്മുടെ ചെടിക്ക് അത്ര വെള്ളം ആവുമെന്ന്. അപ്പൊ നിങ്ങൾ ഓർക്കും 24 മണിക്കൂറും ഇതിന് വെള്ളം ലഭിക്കുകയാണ്. അപ്പോ തുള്ളി തുള്ളിയായിട്ട് വെള്ളം കിട്ടിയാൽ മാത്രമേ അത്രയും നേരം ഈ വെള്ളം തീരാതെ നിൽക്കുകയുള്ളൂ. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ പിന്ന് വെച്ച് ഇതിന് സെന്ററിൽ ഒരു തുളയിട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തയ്ക്കുന്ന സൂചി വെച്ചും തുളയിട്ടെടുക്കാം. അപ്പൊ ഈ തുളയിട്ട് എടുക്കുന്ന നേരം കൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമ്മൾ തുളയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ തുളയിട്ടെടുത്ത ക്യാപ്പ് നമുക്ക് തിരിച്ച് അടച്ചു കൊടുക്കാം. അപ്പൊ ഇതിലെയാണ് നമ്മുടെ വെള്ളം തുള്ളി തുള്ളിയായിട്ട് വീഴാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇത് ചെടിയെടുത്ത് സെറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ചെടിയിലേക്ക് നമ്മുടെ വാട്ടർ ബോട്ടിൽ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക. അപ്പൊ അതിനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോ പെട്ടെന്ന് ലഭിക്കുവാനും അതുപോലെ തന്നെ ഓരോ അപ്ഡേറ്റുകൾ അങ്ങനെയുള്ള ചെടികളെ പറ്റിയുള്ള അപ്ഡേറ്റുകളെല്ലാം പെട്ടെന്ന് ലഭിക്കുവാൻ നമ്മുടെ ചാനലിൽ ഒരു മെമ്പർ ആവുക. അപ്പോ അതിലേക്ക് ആവാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നമ്മുടെ ചാനലിന്റെ മെമ്പർ ആവുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുപ്പി നമ്മുടെ ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തക്കാളി ചെടിയിലാണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ തക്കാളി ചെടിയിലേക്ക് നമ്മുടെ തക്കാളിയൊക്കെ നല്ല വളർന്നു കണ്ടോ, നമ്മള് കമ്പ കുത്തി കൊടുത്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ കുപ്പി കുത്തി വെക്കുവാൻ ഒരു കമ്പ് നമുക്ക് പതിയെ മണ്ണിലേക്ക് താഴ്ത്തിയും കൊടുക്കാം. നന്നായിട്ട് തന്നെ ഉറപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കുപ്പിക്ക് ഒരുമാതിരി വെയിറ്റ് ഉണ്ടല്ലോ. ഓക്കെ, അതിനുശേഷം ഇച്ചിരി മണ്ണതിന്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ കമ്പൊക്കെ നമ്മൾ നല്ല ഫിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ മുറിച്ചെടുത്ത നമ്മുടെ കുപ്പി മണ്ണിൽ നിന്ന് ലേശം പൊക്കി നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ലൈറ്റായിട്ട് നമുക്ക് ഇതൊന്ന് കെട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് പൊക്കിയെടുക്കാം. ഓക്കെ, നമ്മളപ്പോ ഒരു ലൈറ്റ് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണിൽ നിന്ന് പൊക്കിയിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കയ്യില് ഈ കേബിൾ ടൈ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യം ഒറ്റ വലിയും വലിച്ച് നമ്മുടെ സാധനം സെറ്റപ്പാണ്. അപ്പൊ ഈ നന്നായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും ഈ സാധനം താഴെ പോകാൻ പാടില്ല. കാരണം നല്ല വെയിറ്റ് വരും. ഒരുമാതിരി നമ്മുടെ വെള്ളം ഇതിനകത്ത് വരുമ്പോ തന്നെ നല്ല വെയിറ്റ് വരും. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കുപ്പി മണ്ണിൽ നിന്ന് അല്പം പൊക്കി നമ്മൾ ഒരു വള്ളിയിട്ട് കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം വെച്ചത് എനിക്ക് തികയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ വള്ളിയും ഇട്ട് നല്ല അടിപൊളിയായിട്ട് കെട്ടിയെടുക്കുവാണ്. അപ്പൊ ഈ കെട്ട് നേരം കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മെമ്പർഷിപ്പ് നമ്മുടെ ചാനലിൽ കയറി എല്ലാവരും എടുക്കുക. അപ്പൊ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ നമുക്ക് ഈ വള്ളിന്റെയും എക്സസ് കട്ട് ചെയ്ത് വന്നിട്ട് നമ്മുടെ കുപ്പി ഇപ്പൊ നല്ല ഫിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി താഴെ പോകുന്നു നമുക്ക് അറിയത്തില്ല. അപ്പൊ കൂട്ടുകാരി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നമ്മുടെ പരീക്ഷണം വിജയിച്ചോ അതെയോ നശിച്ചോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ കൂട്ടുകാരി നമ്മുടെ പരീക്ഷണം ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മുടെ പരീക്ഷണം ആരംഭിക്കുകയാണ്. നമ്മുടെ വെള്ളം തുരുതുരാന്ന് നമ്മൾ കുപ്പിയിലേക്ക് നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, ഇത് ഫ്ലോപ്പായി എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ തുള ഇച്ചിരി കൂടിപ്പോയി. തുളയിക്കൂടി അധികം വെള്ളം വരുന്നു. 24 മണിക്കൂർ ഈ വെള്ളം നീണ്ടു നിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് പരീക്ഷണം നമ്മൾ ആരംഭിച്ചു. സെക്കൻഡ് ക്യാപ്പിൽ നമ്മൾ അത് ചെറിയ തുളയ്ക്കാൻ പോകുകയാണ്. നമ്മുടെ പിൻ ഉപയോഗിച്ച് നമ്മളിതേ ചെറിയൊരു തുളച്ചെടുത്തു ഗൈസ്. അപ്പൊ നമ്മുടെ പിന്നെ നമ്മള് ഊരി ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഇതാണ് നമ്മുടെ തുള. ഒരു കുഞ്ഞൻ തുളയാണ്. മറ്റേതിനേക്കാളും നമ്മൾ ഇതിന്റെ തുള വലിപ്പം കുറച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇത് സക്സസ് ആവുമോ അതെയോ ഫ്ലോപ്പ് ആവുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ കൂട്ടുകാരെ നമുക്ക് നമ്മുടെ പഴയ ക്യാപ്പ് നമുക്ക് അവിടെ നിന്ന് മാറ്റാൻ സമയമായി. കാരണം അതിന് ഇച്ചിരി തുള കൂടുതലാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ ക്യാപ്പ് നമ്മൾ സാവധാനം അല്ല പെട്ടെന്ന് നമ്മുടെ പഴയ ക്യാപ്പ് നമ്മളങ്ങ് ഊരിയെടുത്തു ഗൈസ്. അപ്പൊ ഊരിയെടുത്തതിന് ശേഷം നമ്മുടെ ന്യൂ ഇംപ്ലിമെന്റ് ആയ നമ്മുടെ പച്ച ക്യാപ്പ് നമ്മൾ അങ്ങോട്ട് വീണ്ടും ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്നു ഗൈസ്. ഇനി നെക്സ്റ്റ് പരീക്ഷണമാണ്. നമ്മൾ അടുത്തതായി ഇതിനകത്തേക്ക് ഒഴിക്കുന്നു വെള്ളം. വീണ്ടും നമ്മൾ മൂഞ്ചുമോ അതെയോ വിജയിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. നമ്മൾ ഒഴിച്ചില്ല. ഇപ്പൊ ഒഴിച്ചു ഗൈസ്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മച്ചാമാരി അങ്ങനെ സെറ്റപ്പായി നോക്കി 1 സെക്കൻഡ് കഴിഞ്ഞാണ് നമ്മുടെ വെള്ളം ഇടവിട്ട് വെള്ളം വീഴുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് സക്സസ് ആയി എന്ന് വേണേൽ പറയാം. അപ്പൊ കൂട്ടുകാരെ ഇത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ കുപ്പി തന്നെ ചെറുതായിട്ട് ഇങ്ങോട്ട് താഴേക്ക് വീഴുന്നേ. എനിക്ക് തോന്നുന്നു വെയിറ്റ് കൂടിയിട്ടായിരിക്കാം എന്ന്. മൂഞ്ചി ഗൈസ്. നമ്മുടെ കുപ്പി നമ്മുടെ വെയിറ്റ് കാരണം നമ്മുടെ വള്ളി വിട്ട് താഴേക്ക് പോകുന്നു ഗൈസ്. അപ്പൊ കഴിഞ്ഞ് നമുക്ക് വീണ്ടും വള്ളിക്ക് കരുത്ത് കൂട്ടേണ്ടി വരും. നോക്കി നമ്മുടെ വള്ളി ഇത്തരത്തിലൊന്നും നമ്മുടെ വള്ളിയിലൊന്നും നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മള് വീണ്ടും സെറ്റപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു തുളച്ചിട്ട് നമ്മുടെ കുപ്പി കെട്ടി തൂക്കിയിടാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മളൊരു തുളച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ആ തുളയിൽ കൂടി നമ്മള് വള്ളി കെട്ടി നമ്മളത് കെട്ടി മണ്ടയിലേക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. ഇനി ഈ സാധനം താഴെ പോവില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ കൂട്ടുകാരി അത് കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു നോക്കി. എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് ഒരു 95% വർക്കിംഗ് ആണ്. ഒരു 5% ഇടയ്ക്ക് ഫ്ലോപ്പ് ഉണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ കൂട്ടുകാരെ ഇത് വർക്കിംഗ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമ്മുടെ തക്കാളിക്കുട്ടൻ ഇനി എല്ലാ ദിവസവും വെള്ളം കിട്ടും. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ മെമ്പർഷിപ്പിന്റെ കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് കയറി നമ്മുടെ ചാനലിലെ മെമ്പർ ആവുക. അപ്പൊ നമുക്ക് പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. അതിന് മുമ്പായി ഒരു കാര്യം കൂടെ പറയട്ടെ. പുതിന കൃഷി, അതും 7 ദിവസത്തിൽ ഞാൻ പുതിന വിളയിച്ചെടുത്തു. അത് എങ്ങനെയെന്നുള്ള വീഡിയോ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കയറി കാണുക. നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബിന്റെ കാര്യം മറക്കല്ലേ. ബൈ.